കഴിഞ്ഞ ദിവസമുണ്ടായ പ്രളയം കവർന്നെടുത്ത റാന്നിയിൽ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടന്നു വരുന്നത്. നമ്മളിപ്പോൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഏതുവരെയായി? ശുചീകരണ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം റാന്നിയിൽ സമാനതകളില്ലാത്ത വലിയൊരു പ്രളയമാണ്. പ്രത്യേകിച്ചൊരു ഓണക്കാലത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഓണക്കാലം തുടങ്ങുന്ന ഒരു സമയത്ത് വ്യാപാരികളെല്ലാം ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയുള്ള സാധന സാമഗ്രികളെല്ലാം ശേഖരിച്ച് വെച്ചിരുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമുക്കറിയാം ഈ മാലിന്യം, അതുപോലെ തന്നെ നമ്മൾ ഈ ടൗണ് റാന്നിയുടെ ഒരു ഭരണസ്ഥിരാ കേന്ദ്രം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം മാലിന്യങ്ങൾ, ഈ കടകൾക്കെല്ലാം വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അവർക്ക് വെള്ളം കയറിപ്പോയ സാധനങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഹരിതകർമ്മസേന അംഗങ്ങളും ജീവനക്കാരോട് ചേർന്ന് ഇന്നലെ മുതൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചതാണ്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളം കയറി, ഇന്നലെ രാവിലെ മുതലേ ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം ക്ലിയർ ചെയ്തു. ഉച്ച മുതൽ നമ്മൾ കടകളിൽ പിന്നെ ഈ വെള്ളം കയറി നശിച്ച സാധനങ്ങളെല്ലാം ശേഖരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പ്രവൃത്തി ഏതാണ്ട് രാത്രി 9 മണിയോളം നമുക്ക് നീണ്ടു. അപ്പോൾ അന്നേരം തീർന്നിട്ടില്ല, കാരണം ഈ കടകളിലെല്ലാം ക്ലീനിങ് നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ഘട്ടമായിട്ടാണ് ഇന്നിപ്പോൾ വീണ്ടും നമ്മളതിന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും 500ഓളം കടകൾ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ തന്നെ ഇട്ടിപ്പാറ ടൗണുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം നേരിട്ടിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം കുടുംബങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ നഷ്ടം. ഞാൻ മുമ്പേ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ഓണക്കാലം ഇനി വളരെ കുറഞ്ഞ ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള, ബിസിനസ്സിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച ഒരു സമയത്താണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ്, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയൊക്കെയാണ് ഈ ശുചീകരണം നടത്തുന്നത്? അതെ, പൂർണ്ണമായിട്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയും പഞ്ചായത്ത് ജനപ്രതിനിധികളും ജീവനക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചാണ്. ഇന്നലെ അവധി ദിവസം ആയിരുന്നിട്ട് പോലും ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഇട്ടപ്പാറ സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും പരിസരവും തുടങ്ങി വ്യാപാര സ്ഥാപനങ്ങളിലെ വേസ്റ്റുകൾ ശേഖരിച്ച് ഇന്നത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വ്യാപാരികൾക്കൊരു പിന്തുണ എന്ന രീതിയിൽ എന്തെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാകും? പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മുടെ പരിമിതികളുണ്ട്. അതിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുണ്ട്. അവരെ മാന്യമായി പരിഗണിക്കുന്ന രീതിയിൽ ഒരു നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കും. 2 ദിവസമായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്? മഴ മാറി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ രാത്രി 1 മണിക്കാണ് നമുക്ക് അലേർട്ട് വന്നത്, വെള്ളപ്പൊക്ക ഭീഷണി പറഞ്ഞുകൊണ്ട്. അപ്പോൾ രാത്രി തന്നെ നമ്മൾ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടത്തി. പമ്പയിൽ വലിയ മഴയും വെള്ളമായിരുന്നു ഇന്നലെ രാത്രിയിൽ. ആ വെള്ളമെല്ലാം ഒഴുകി വന്നെങ്കിലും ഏതാണ്ട് 1 അടി 1.5 അടിയോളം വെള്ളം കളന്നു. പക്ഷെങ്കിൽ നമ്മൾ ടൗണിലേക്ക് വെള്ളം കയറിയിട്ടില്ല, റോഡുകളിലേക്ക് നമുക്ക് കയറിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും മഴയുടെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ്, മഴയുടെ ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് പ്രതികരണം നടത്തിയത്. അനന്തേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.